ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ഒരു ഗുലാബ് ജാമാണ്. വീട്ടിലുള്ള 4 സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. അടുത്തയായിട്ട് പഞ്ചസാര, അടുത്തയായിട്ട് പാല്, അടുത്തയായിട്ട് ഡാൽഡ. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കളഞ്ഞിട്ട് വേണം, ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ 4 സൈഡും ഇപ്പം നമ്മൾ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇടാം ഈ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ്. ഇനി നമുക്ക് ഈ ബ്രെഡ് പൊടിയിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ ഒഴിച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസായിട്ട് പിടിക്കണം. അപ്പോൾ ഇത് ഞാനതെല്ലാം ഒന്ന് ബോൾസായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കപ്പ് പാലെടുത്ത്, ഒരു ഗ്ലാസ് നിറച്ച് പാലെടുത്ത് വെച്ചെങ്കിലും അതിൻ്റെ ഒരു പകുതിയെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. നമ്മുടെ പാത്രം അടുപ്പത്തിരുന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഡാൽഡ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡാൽഡ ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. നമുക്ക് നല്ല ചൂടായ ഡാൽഡയിലേക്ക് തീ കുറച്ചിട്ട ശേഷം വേണം ബോൾസ് ഇട്ടിട്ട് കൊടുക്കാനായിട്ട്. നമുക്കിത് തീ കുറച്ച് തന്നെ ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ടൊന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. കാരണം എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ ഗുലാബ് ജാമുൻ്റെ ആ ഒരു കളറ് ആകുന്നത് വരെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബോൾസ് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത് ഞാനതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് നല്ല ചൂട്. ഇത് നമ്മുടെ ഷുഗർ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് വെക്കാം. ഞാൻ 2 ഏലക്ക പൊടിച്ചത് കൂടെ ഈ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടേ ഉള്ളൂ. നമുക്കിതൊന്ന് ഈ ഒരു സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഒരു 20 മിനിറ്റ് നേരം ഇതൊന്ന് അനങ്ങാണ്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും ആ ഒരു സിറപ്പ് പിടിച്ച് എല്ലാ ഭാഗത്തേക്കും പിടിച്ച് നല്ല ശരിക്കും നമ്മുടെ ഗുലാബ് ജാമുനായിട്ട് വരിക. അപ്പം നമ്മുടെ ഗുലാബ് ജാമുൻ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കിയപ്പോൾ എങ്ങനെയുണ്ട്? നല്ല മധുരമുണ്ടോ? എങ്ങനെയുണ്ടെന്ന് പറ. രുചിയുണ്ടോ? കുറച്ച് നേരം കൂടെ കിടന്നു വരുമ്പോഴാണ് ശരിക്കും അത് നന്നായിട്ട് അലിഞ്ഞ് വരിക. ഇപ്പം നല്ല രുചിയായിട്ടുണ്ട് അല്ലേ? ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ.